മെനങ്ങാത്ത എപ്പിസോഡിൽ അക്ബർ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഫാമിലിക്ക് എതിരെ വരുന്ന സൈബർ ബുള്ളിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ട് അനുമോളുടെ PR ആണ് ഈ ഒരു സൈബർ ബുള്ളിംഗ് ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. ഇതേ തുടർന്ന് അക്ബറിന്റെ വൈഫ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അറിയണം ഇല്ലേ താൻ അറിയിക്കണം. അവർക്ക് നേരിട്ട് സൈബർ ബുള്ളിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇവരൊരു വീഡിയോ ആയിട്ട് വന്നത്. ആളൊരു ഇടഞ്ഞ കൊമ്പന, ഇടഞ്ഞാൽ അടി ഉറപ്പാ. ഈ PR അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന തുടങ്ങി. ഒരു സാഡ് BGM ഇട്ടായിരുന്ന കിടിലോ ഞാൻ. പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ട് കണ്ടുള്ളൂ. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. ഒന്ന് ചുമ്മാ ഇരിക്കണേ. വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമന്റ്സ് ആൻഡ് DMs വന്ന തുടങ്ങി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്തുതരം മെസ്സേജ് ആണ് വന്നത്, എപ്പോഴാണ് മെസ്സേജ് വന്നത്, ഒരു തെളിവും പുറത്തു വിടാതെ വന്ന് പറയുകയാണ്. അതൊക്കെ എന്റെ ബുദ്ധി. അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. ഇത് ആരുടെ PR ആണ്, ഏത് PR ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഫസ്റ്റ് വീക്ക് തൊട്ട് വന്നതാണ് പറയുന്നത്. പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് വീക്കിലൊന്നും ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഫ്രെയിമിലെ അധികം ഉണ്ടായിരുന്നില്ല. അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. ഒരു സഹതാപം പിടിച്ചു പറ്റിയിട്ട് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ള പരിപാടിയാണ്. തൂക്കിയല്ലോ നാദാ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഫസ്റ്റ് വീക്കിൽ മൊത്തം അനീഷാണ് പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്നത്. ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ്. ഒന്നാമത് ചേച്ചിക്ക് മലയാളം അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അത് പിന്നെ ഒട്ടും അറിയില്ല. ചേച്ചി ആരാണ്ട് എഴുതി കൊടുത്ത സാധനം നോക്കി വായിക്കുകയാണ്. ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.